ഹായ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ വീട്ടമ്മമാരെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, നമ്മളുടെ വീട്ടിൽ ഈ മൺചട്ടി ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുക, പെട്ടെന്ന് ഇതുപോലെ കേടായി പോകുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. അതായത് അഴുക്ക് പിടിച്ചിട്ട് ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് വളരെ കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചട്ടി നമ്മൾ കമഴ്ത്തി വെക്കരുത് ഒരിക്കലും. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഒരിക്കലും ചട്ടി കഴുകിയിട്ട് കമത്തി കൊണ്ടുവന്ന് വെക്കരുത്. അത് പെട്ടെന്ന് ഫംഗൽ ബാധ ഉണ്ടാവും. ഇത് നമ്മളുടെ ഉള്ളിൽ ചെന്നാൽ വളരെയധികം നമുക്ക് വയറിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സോപ്പോ ഡിഷ് വാഷോ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള ടൂത്ത് പേസ്റ്റാണ് കേട്ടോ. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അകത്തും പുറത്തും ഒരുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോഴേക്കും അത് മൊത്തത്തിൽ കുതിർന്ന് ഇളകി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ പെട്ടെന്ന് അത് നമ്മളുടെ ആ ചട്ടിയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് പൂപ്പൽ ഇളകി കിട്ടും ഫസ്റ്റ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കൊടുക്കാം. നോർമൽ വാട്ടറിൽ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, വളരെ സക്സസ് ആയിട്ടുള്ളതാണ്. എനിക്കിതുപോലെ പല ചട്ടികളും ഞാനിതുപോലെ പല വീഡിയോസൊക്കെ കണ്ട് കഴുകിയെടുത്തു, പക്ഷേ അത് ഫുൾ സക്സസ് ആയിട്ട് കിട്ടിയില്ല എനിക്ക് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഒരു അംശം പോലും ഇതുപോലെ പൂപ്പൽ ബാധയില്ല, ഒരു സ്മെല്ലും ഇല്ലാതെ കിട്ടിയത് കേട്ടോ. ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വാഷ് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം വെട്ടി തിളച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പരലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ പൊടിയുപ്പായാലും മതി. എൻ്റെ കയ്യിൽ പരലുപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പൊടിയുപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ഒരു വെള്ളം അതിലേക്ക് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ പടിയിൽ തന്നെ നമുക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ചെറിയ ചൂടല്ല, നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ട് അത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു വെള്ളം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഒന്ന് പറ്റിച്ചു കൊടുക്കുക. കാരണം ഒരു അംശം പോലും പൂപ്പലും ഉണ്ടാവാതിരിക്കാനാണ്. എത്ര പഴക്കം ചെന്ന ചട്ടി നമുക്ക് പുതുപുത്തൻ പോലെ ആക്കി എടുക്കാം. അതുപോലെ തന്നെ എത്ര ഫംഗൽ പിടിച്ച ചട്ടിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉപയോഗിക്കാതൊക്കെ വെച്ചേക്കും ചട്ടികളും പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ ഇച്ചിരി എക്സോടെ ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 5 മിനിറ്റ് അത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മുട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എല്ലായിടും ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളം തണുത്ത്, അപ്പോൾ ഇനി അതെടുത്ത് കളയാം. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു ചട്ടി കൂടി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ മാറാലയൊക്കെ പിടിച്ചിട്ട് നിറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടിരുന്നായിരുന്നു. ഇതുപോലെ ഞാൻ ആ ഒരു ചട്ടിയും കൂടി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൂത്ത് പേസ്റ്റാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതുപോലെ പൂപ്പൽ പിടിച്ചിരിക്കുന്ന ചട്ടിയും അതുപോലെ തന്നെ മൺചട്ടി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായാലും ഈ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വ്യത്യാസം ആ ഒരു മൊത്തം ക്ലീനായി പോവുകയാണ്. നമുക്കത് ആ ഒരു വെള്ളം നമുക്ക് കളയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ സപ്പോർട്ട് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ വല്ലവരും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെയും ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും സകല ആ ഒരു പൂപ്പൽ ആ അഴുക്കും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ? മൊത്തത്തിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ഉറപ്പായിട്ട് 100% സക്സസ്ഫുൾ ആയെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഇരിക്കുന്നത്. കാരണം നമുക്കെല്ലാവരും ഒരുപോലെയുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ മൺചട്ടി. നമ്മൾ കൂടുതലും കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതാവും നല്ലത്. പിന്നെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പാചകം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മറ്റു പാത്രങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സേഫ്. നമ്മളുടെ ആ ഒരു സമയം ലാഭിക്കാൻ. കാരണം ഇത് ഇത്തിരി സമയം എടുക്കും. അതുപോലെ തന്നെ കൂടുതൽ തീ കൂട്ടി വെക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഗ്യാസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതേ കൂട്ട് തന്നെ മറ്റൊരു ചട്ടി കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
കണ്ടില്ലേ? ഇതിലേക്ക് നമ്മൾ ഇനി ക്ലീൻ ചെയ്തെടുത്ത ശേഷം നല്ല ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് ഇത്തിരി കൂടി സമയം എടുക്കും. അതുകൊണ്ടാണ് കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണയല്ല, പ്യുവർ കോക്കനട്ട് ഓയിലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് പൂപ്പൽ പോയില്ല, അല്ലെങ്കിൽ പിന്നെയും ഇത് കഴുകി കഴിഞ്ഞപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് തന്നെ ഇത് ഉണക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇതേ പടി കൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കാം. വെയിലത്ത് വെച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരംശം കൂടി ഇരിപ്പുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറിക്കിട്ടും. പിന്നെ ഒരിക്കലും നമുക്ക് പൂപ്പില പിടിക്കുകയില്ല. സ്ഥിരമായിട്ട് നമ്മളൊരു മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചട്ടി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചട്ടിക്കാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരാറില്ല, ഉപയോഗിക്കാതെ വെക്കുമ്പോൾ. അതിന് ശേഷം നമുക്കെടുത്ത് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിനി ഡയറക്റ്റ് നമുക്ക് ഏത് മീൻകറിയോ ഇറച്ചിക്കറി എന്ത് വേണമെങ്കിലും വെക്കാം. യാതൊരു ചുവയോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് മാത്രമല്ല, മൺചട്ടി നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ വെച്ച ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പറിൽ, അത് ഏറ്റവും നല്ല ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ, അത് ന്യൂസ് പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി. ഒരിക്കലും ആ ഒരു ചട്ടിയിൽ പൂപ്പൽ പിടിക്കില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കഴുകി ഉണക്കിയ ആ ഒരു പാത്രം, ആ ഒരു മൺചട്ടി ഉണ്ടല്ലോ, ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയ ശേഷമാണേ ഇതുപോലെ വെച്ച് നമുക്ക് എവിടെയാണെങ്കിലും ഷെൽഫിലോ അല്ലെങ്കിൽ കബോർഡിലോ എവിടെയാണെന്ന് വെച്ച് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ആ പേപ്പർ അതിലേക്ക് തട്ടിയിരിക്കാൻ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു സോപ്പ് കട്ടയാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ പേപ്പറും അതിങ്ങനെ നല്ലതുപോലെ പിടിച്ചിരുന്ന് ഒരിക്കലും ഒരു പരിധി വരെ നമുക്ക് ആ പൂപ്പൽ പിടിക്കുകയില്ല. ഉണങ്ങിയ ചട്ടി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടാൽ മതി കേട്ടോ, അല്ലാതെ ഈർപ്പത്തോടെ വെച്ച് കൊടുക്കരുത്. ഉണങ്ങിയ ചട്ടിയാണേ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായൊരു വീഡിയോ എന്ന് കരുതുന്നു.